വർഷങ്ങളായി കാടുമൂടിയും സാമൂഹ്യ വിരുദ്ധരുടെ ഒളിത്താവളവുമായിരുന്ന ഇലന്തൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് ശാപമോക്ഷം. പത്തനംതിട്ട ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും ഇലന്തൂർ ഗ്രാമപഞ്ചായത്തും കൈകോർത്താണ് കളിസ്ഥലം സജ്ജമാക്കിയത്. ക്രിക്കറ്റ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സജീവ് നിർവഹിച്ചു. വർഷങ്ങളായി കാടുമൂടിയും സാമൂഹ്യ വിരുദ്ധരുടെ ഒളിത്താവളവുമായിരുന്ന ഇലന്തൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് ഇന്ന് ശാപമോക്ഷമായിരിക്കുകയാണ്. ക്രിക്കറ്റ് സ്റ്റേഡിയം സജ്ജമാക്കി ക്രിക്കറ്റ് ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിച്ചതിന് പിന്നിൽ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും ഇലന്തൂർ ഗ്രാമപഞ്ചായത്തുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KG മുകുന്ദൻ പറഞ്ഞു. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഒരു കോച്ചിങ് ക്യാമ്പ്, ക്രിക്കറ്റിൻ്റെ കോച്ചിങ് ക്യാമ്പ് ആരംഭിക്കുക. വളരെ നാളുകളായി മോശപ്പെട്ട് കിടന്ന ഈ സ്റ്റേഡിയം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ജില്ലാ നേതൃത്വം ഏറ്റെടുത്ത് അത് വൃത്തിയാക്കി ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് അവരുടെ കോച്ചിങ് ക്യാമ്പ് ആരംഭിക്കുക. വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഞങ്ങൾക്ക്. ഇത് കൂടുതലായിട്ട് ഈ സ്റ്റേഡിയം ഇനിയും വളരെ പെട്ടെന്ന് തന്നെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ചുകൂടെ നല്ലതാക്കി കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തും. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് കുഞ്ഞുങ്ങളെ നല്ല ഭാവി ഉണ്ടാകാനുള്ള ഒരു പ്രവർത്തനം ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. വർഷങ്ങളായി ഇലന്തൂർ ഗ്രാമത്തിൽ ഭംഗിയുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. കേരള വിഷൻ ന്യൂസ് നൽകിയ വാർത്തയ്ക്കൊപ്പം കായിക പ്രേമികളും പഞ്ചായത്തും ഒരുമിച്ച് പ്രയത്നിച്ചതിന്റെ ഫലമാണ് ഇത്തരത്തിലൊരു ക്യാമ്പിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KG മുകുന്ദൻ കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.